ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ എന്തോളം നോക്കാൻ സ്കിപ്പാക്കാണ്ട് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ പുറത്തുനിന്ന് ഈ സൗണ്ട് കമ്പൽസറി ആയിട്ടുണ്ടാവും. അപ്പോൾ അടുത്തെല്ലാം ബിൽഡിങ്സും കൺസ്ട്രക്ഷനെല്ലാം നടക്കുന്നതിനെ കൊണ്ട് അതിൻ്റെ സൗണ്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഏതായാലും വീഡിയോ എന്തോളം നോക്കാം ആൻഡ് സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. പ്ലീസ് സപ്പോർട്ട് ആക്കാം. അപ്പോൾ രാവിലെ 11 മണിയായിട്ടുണ്ട്. ഞാൻ നാളേക്ക് നാഷ്ടത്തിന് ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഗ്ലാസ്സോളം പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സൊസൈറ്റീൻ്റെ അരിയാണ്. അപ്പോൾ 1 ഗ്ലാസ്സോളം ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ഉലുവയും പിന്നെ കുറച്ച് ചോറും മിക്സാക്കി കൊടുക്കുക. ചോറില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അവിൽ മിക്സാക്കി കൊടുത്താൽ മതി. പിന്നെ ഇത് ഞാൻ വൈകുന്നേരം ഒരു 9 മണിയാകുമ്പോൾ പുറത്ത് വെറ്റ് മെഷീനിൽ കൊടുത്തയക്കും. ഒരു 10 റുപ്യയിൽ കൊടുത്താൽ നമുക്ക് ഏത് പാകത്തിൽ വേണോ ആ പാകത്തിൽ ഞങ്ങൾക്ക് ഗ്രൈൻഡാക്കിയിട്ട് അവർ കൊടുത്തയക്കും. ഞാനിങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് കൊടുത്തയക്കും. രാവിലെ നാഷ്ടത്തിന് വേണ്ടിയ മാവ് ഞാനൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോറാക്കി വെക്കും. അപ്പോൾ കുറച്ച് ഉപ്പും പഞ്ചസാരും അതിൽ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നല്ല പാങ്ങിൽ മാവ് ഞങ്ങൾക്ക് പൊന്തി കിട്ടും. എന്നിട്ട് ഒരു പാത്രത്തിൽ ചൂടുവെള്ളമാക്കിയിട്ട് അതിൻ്റെ മുകൾക്ക് ഈ മാവ് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നല്ല പാങ്ങിലായി കിട്ടും മാവ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഇഡ്ഡലി ആക്കാനുള്ള പാകത്തിന് മാവ് നല്ല പാങ്ങിൽ പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എടുത്ത വീഡിയോ ആണ്. ചില ആൾക്ക് ഈ ഇഡ്ഡലിയും പിന്നെ ദോശയെല്ലാം തിന്ന ആസിഡിറ്റി ആവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്താക്കുക, കുറച്ച് ഈനോ പൗഡർ ഈ മാവിലേക്ക് മിക്സാക്കി കൊടുക്കുക. ഞാനിവിടെ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് കുറച്ച് ചോറും കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മാപ്പിള ലഞ്ച് ബോക്സ് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ കുറച്ച് ചോറും ആക്കും. പിന്നെ കുട്ടികൾക്കുള്ളത് അവർക്കുള്ളത് സെപ്പറേറ്റ്, പിന്നെ എൻ്റെ മാപ്പിളക്കുള്ളത് സെപ്പറേറ്റ്, അങ്ങനെ എല്ലാം രാവിലെ തന്നെ സെപ്പറേറ്റ് തന്നെ ആയിട്ട് ഞാൻ ആക്കൽ. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി ആക്കാൻ വേണ്ടി കുറച്ച് എണ്ണയെല്ലാം പറ്റി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ റോഡ് സൈഡിലെല്ലാം ഇഡ്ഡലി സാമ്പാറെല്ലാം തിന്നുമ്പോൾ ആ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ഒരു ടേസ്റ്റുള്ള സാമ്പാർ ഞങ്ങൾക്ക് ഈസി ആയിട്ട് പരന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്, 1 ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ഞങ്ങൾക്ക് എങ്ങനെ കാരം വേണോ എരിവാണോ അതിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. പിന്നെ 1 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് 4ഉം ഞാനിപ്പോൾ ഒരു കുക്കറിലിട്ടിട്ട് അതിനെ വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. കുക്കറിലിട്ടിട്ട് അതിന് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ അടിച്ചാൽ മതി. പിന്നെ ഞാൻ രാത്രി തന്നെ കുറച്ച് ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിന്. ആ മാവ് കുഴച്ച മാവ് ഞങ്ങളിങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ടുണ്ടാവും. എന്നിട്ട് രാവിലെ എടുത്തിട്ട് ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചാൽ മതി. പിന്നെ ഒന്നും കൂടി സ്മൂത്തായി കിട്ടും. ഇത് ഓരോ ആൾക്ക് ഓരോ തരം നാഷ്ടമാണ് ഇവിടെ ഇഷ്ടം. ഒരാൾക്ക് ഇഡ്ഡലി ഇഷ്ടമാണെങ്കിൽ ഒരാൾക്ക് ദോശ ഇഷ്ടം, ഒരാൾക്ക് ചപ്പാത്തി ഇഷ്ടം. അപ്പോൾ 2 വിസിലായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇത് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു കപ്പിൽ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം ഞങ്ങൾ മറിക്കരുത്. ആ വെള്ളം ഞങ്ങൾക്ക് സാമ്പാറിലേക്ക് മിക്സ് ആക്കാന്നുള്ളത്. അപ്പോൾ ഈ ഉള്ളി തക്കാളിയെല്ലാം ഒന്ന് തണിഞ്ഞ് കിട്ടിയ പിന്നെ ഞങ്ങളൊന്ന് ഗ്രൈൻഡാക്കിയിട്ട് എടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണോളം ജീരകം ഇടണം. ഞാൻ ജീരകം ഇടാൻ മറന്നുപോയി, വീഡിയോ എടുക്കാൻ മറന്നല്ല, ജീരകം ഇടാൻ തന്നെ മറന്നുപോയി. പിന്നെ ഒരു 2 ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നല്ല കുത്തിയിട്ടുള്ള വെളുത്തുള്ളി.
പിന്നെ അതിലേക്ക് 2 കരിവേപ്പിലയും 2 ചുവന്ന മുളകും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ച ആ വെള്ളം ഉണ്ടല്ലേ, ഉള്ളിയും തക്കാളിയും വേവിച്ചെടുത്ത വെള്ളം, ആ വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇങ്കും കൂടി കൂട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1-1.5 സ്പൂണോളം സാമ്പാർ പൗഡറും കൂടി മിക്സ് ആക്കിയിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ നല്ലോണം തിളപ്പിക്കുമ്പോൾ ആ സാമ്പാർ പൗഡറിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് ഉണ്ടാവില്ല, അതെല്ലാം ഒന്ന് പോയി കിട്ടും. പിന്നെ അതിലേക്ക് ഞങ്ങൾ ഗ്രൈൻഡാക്കി വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ സാമ്പാറിന് പാകത്തിനുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഉപ്പും കുറച്ച് മല്ലിച്ചപ്പും മിക്സ് ആക്കി കൊടുത്താൽ നിങ്ങൾക്ക് സാമ്പാർ 10 മിനിറ്റിൽ നിങ്ങൾക്ക് സാമ്പാർ റെഡിയായി കിട്ടും. അപ്പോൾ ഇഡ്ഡലിക്ക് നല്ല കോമ്പിനേഷനാണ്, ഇഡ്ഡലി ദോശ അതെല്ലാം കുട്ടികൾക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് ബോക്സിനെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ഒന്ന് തണിഞ്ഞ് പിന്നെ അതൊന്ന് എടുത്താൽ മതി, ഇല്ലാണ്ടെങ്കിൽ അത് അങ്ങനെ ഒട്ടി പിടിക്കും ചൂടോടെ എടുക്കാൻ പോയാൽ. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇതിലേക്ക് ഞാൻ സോഡ പൗഡർ അങ്ങനെ ഒന്നും മിക്സ് ആക്കിയിട്ടില്ല, വെറും ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാര മാത്രം മിക്സ് ആക്കി കൊടുത്തിട്ടുള്ളൂ. രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്കെല്ലാം ഞങ്ങൾക്കിവിടെ നാഷ്ടം എല്ലാം റെഡി ആയിട്ടാവണം. 8-8:30 ആകുമ്പോഴത്തേനെല്ലാം കുട്ടികളും മാപ്പിളെല്ലാം പോവും. അപ്പോഴത്തേക്കും എല്ലാം റെഡി ആയിട്ടാവണം. ഈ ചടപടേന്നെല്ലാം ഞങ്ങൾക്ക് രാവിലെ തന്നെ എണിച്ചിട്ട് ആക്കാനാവില്ല. അപ്പോൾ മോന്തിക്ക് തന്നെ ഞാൻ കുറച്ചെല്ലാം പണിയെടുത്തേക്കും. ഇപ്പോൾ ചപ്പാത്തിൻ്റെ മാവായാലും രാത്രി തന്നെ ഞാനെല്ലാം കുഴച്ച് വെക്കും. പിന്നെ ഒരു ദിവസം മുമ്പ് തന്നെ ഞാൻ ഇരുന്നിട്ട് എല്ലാം പ്ലാൻ ആക്കും, നാളെ എന്താ ആക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ എണിച്ചിട്ട് ഞങ്ങൾക്ക് കുറേ കഷ്ടപ്പെടേണ്ടതില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാം. സോ ഫൈനലി രാവിലേക്കുള്ള കുട്ടികൾക്കുള്ള നാഷ്ടവും പിന്നെ അവർക്കുള്ള ലഞ്ച് ബോക്സും എല്ലാം റെഡിയാക്കി 8:30 ആകുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ട് ആവണം. അപ്പോൾ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതന്നെ കുറേ ഉണ്ടാവും. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ളത് അത് പിന്നെയും കുറേ ലെങ്താവും വീഡിയോ. അപ്പോൾ ഞാൻ മോർണിംഗ് റൊട്ടീൻ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും ഒരു ദിവസം മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് വെക്കും, നാളെ എന്താ നാഷ്ട ആക്കേണ്ടത്, അപ്പോൾ അതിന് എന്തെല്ലാം വേണ്ടത് അതെല്ലാം ഞാനൊന്ന് അറേഞ്ച് ആക്കിയിട്ട് വെക്കും. പിറ്റേന്ന് രാവിലെ എണിച്ചിട്ട് കുറച്ച് ഈസി ആവുമല്ലോ. അപ്പോൾ പച്ചക്കറിയെല്ലാം മുറിച്ചുകൊണ്ട് രാവിലെ തന്നെ ഇരിക്കാൻ കഴിയില്ല, കുറേ ലേറ്റായി പോകും. അപ്പോൾ ഒരു ദിവസം മുമ്പ് തന്നെ ഞാനെല്ലാം ആക്കിയിട്ട് വെക്കും. കുട്ടികളെല്ലാം പോയിട്ടായി പിന്നെ ഞാനൊരു കോഫിയെല്ലാം ആക്കി പിന്നെ നാഷ്ട എല്ലാം ആക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട.